പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് കുറച്ചടിയായിട്ട് നമ്മളിപ്പോൾ ദുബായിൽ വെച്ചിട്ട് ഒരു അമ്മയും മകളും അമ്മ മകളെയും കൂടി ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ അതിന് മുമ്പ് ഇതുപോലെ തന്നെ ഗൾഫിൽ 2-3 കാര്യങ്ങളുണ്ടായി. നാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവുന്നുണ്ട്. സ്ത്രീധന പ്രശ്നങ്ങളും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് കേസ് കിടക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. എന്താ കാരണത് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? എത്ര മരണങ്ങൾ നടക്കുന്ന ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ എന്താണെന്ന് ഇതിനെ കുറിച്ചിട്ട് യാതൊരു ചിന്തയില്ല. ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും ഇവരൊക്കെ ദാമ്പത്യം ഒന്നുമില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാമ്പത്യത്തിൻ്റെ യഥാർത്ഥ കാരണം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംശയങ്ങൾ. അതുപോലെ തന്നെ വരുന്ന ഭാര്യ നമ്മുടേതായുള്ള രീതി പോലെ ചിന്തിച്ച് വീട്ടിൽ പെരുമാറണില്ല, അതിൻ്റെ ഒരു പ്രശ്നം. അതിനേക്കാളുപരി ഇവരെ ബെഡ്റൂമിൽ ഇവരെ ലൈംഗികപരമായിട്ടുള്ള ബന്ധങ്ങൾ, ഒരുപാട് പ്രാകൃതമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ മദ്യപാനം, അതുപോലെ തന്നെ പൊട്ട ശീലങ്ങൾ വേറെ. ഇപ്പോൾ അതേ അടുത്ത് തന്നെ ഒരാൾ കല്യാണം കഴിച്ചപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് അച്ഛനമ്മമാരോട് പറയാൻ കൊള്ളില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് പറഞ്ഞത്. ഡൈവേഴ്സിന് കൊടുത്തപ്പോൾ അച്ഛൻ ചോദിച്ചു, നിങ്ങൾ നല്ല കാണാൻ രണ്ടുപേരും നല്ല ഭാര്യ ഭർത്താക്കന്മാരല്ലേ, എന്താ നിങ്ങളിങ്ങനെ സംഭവിച്ചേ? കല്യാണം കഴിച്ച് 6 മാസം പോലും ആയില്ല, അപ്പോഴേക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറയണത് എന്താണ്, എൻ്റെ ഭർത്താവിന് ആ പെൺകുട്ടി പറയാൻ നിർബന്ധിതമായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും വക്കീലിനോട് കോടതിയിൽ പറയണമല്ലോ, എൻ്റെ ഭർത്താവിന് എൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാനായിട്ട് ബന്ധപ്പെടാൻ ഇഷ്ടമില്ല. ആ ഭർത്താവ് രാത്രിയിൽ എന്തുണ്ടാവണം, പല വീടുകളിലും പോയിട്ട് പല പെണ്ണുങ്ങളെയും ബ്രേസിയറും ഷഡ്ഡിയും എടുത്ത് കൊണ്ടുവന്നിട്ട് അത് എന്നെ കൊണ്ട് ബലമായിട്ട് ഇടിപ്പിക്കുക. അത് ഇട്ടിട്ട് നിന്നിട്ട് ആൾക്ക് കണ്ടാൽ മാത്രം മതി, വേറൊന്നും വേണ്ട, ഒന്നും ചെയ്യില്ല. അപ്പോൾ പെണ്ണ് പറയണ്ടേ, എൻ്റെ കയ്യിൽ ഞാനിടുന്ന ബ്രേസിയറും ഷഡ്ഡിയും ഉണ്ടല്ലോ, അതിട്ടിട്ട് നിങ്ങൾക്ക് കണ്ടാൽ പറയാം, അതൊന്നും പറ്റില്ല. എനിക്കിഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ ഉണ്ട്, അവർ എവിടെയൊക്കെ അലക്കിയിട്ട ആ ഷഡ്ഡിയും പോയി ബ്രേസറും പോയിട്ട് ഇട്ടിട്ട് കൊണ്ടുവന്നിട്ട് അത് മൃഗീയമായ അത് ഒരു ബന്ധം എന്ന് പറയണത്, ആ ബന്ധം ദൃഢമാവണത് ബെഡ്റൂമിലാണ്. ആ ബെഡ്റൂമിൽ എന്നെ പരാജയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്. ഇങ്ങനെ വികലമായുള്ളൊരു ചിന്തയുള്ള ആളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ എങ്ങനെ ഒരു വിശ്വസിച്ച ആളുടെ കൂടെ ജീവിക്കും? ഇയാൾക്ക് ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനെ ഒരു രോഗമാണത്, ആ രോഗത്തിന് ചികിത്സിക്കാമെന്ന് പറഞ്ഞാൽ അതും സമ്മതിക്കില്ല. അങ്ങനെ ഒരാളെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡൈവേഴ്സ് കൊടുത്തത്. അപ്പോൾ അതൊരു പ്രാകൃതമായുള്ള നിയമ ഇതല്ലേ. അതുപോലെ തന്നെ കല്യാണം കഴിച്ച വേറൊരു ഫാമിലി ഇതുപോലെ തന്നെ വക്കീലിനോട് പറഞ്ഞാൽ എന്താ, അദ്ദേഹം കല്യാണം കഴിച്ചു, 4 ദിവസം എൻ്റെ കൂടെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് 5ാമത്തെ ദിവസം അയാൾ എൻ്റെ മുമ്പിൽ തന്നെ പല പയ്യന്മാരെ കൊണ്ടുവന്നിട്ട് എൻ്റെ മുമ്പിലിട്ടിട്ട് അയാൾ പരിപാടി, അയാൾക്ക് പെണ്ണുങ്ങളായിട്ട് ബന്ധപ്പെടാൻ ഇഷ്ടമില്ല, അയാൾക്ക് പുരുഷനെ മതി, അപ്പോൾ എന്ത് ചെയ്യാം, പിന്നെ എന്തിനെന്നെ കല്യാണം കഴിച്ചു എന്നാണ് ആ സ്ത്രീ കോടതിയിൽ പറഞ്ഞത്. പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സംശയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ദുബായിൽ പോയി, അത് കഴിയുമ്പോൾ ആ ദുബായിൽ പോയിട്ട് അവനോട് സ്വസ്ഥമായിട്ടൊന്ന് ജോലി ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്നില്ല. അവൻ എന്തുണ്ടാവണം, ഓർക്കാപ്പുറത്ത് വീട്ടുകാരോടും നാട്ടുകാരോടും ഭാര്യയോടും ഒന്നും പറയണ്ടാവുക ഓടി ഗൾഫിൽ നിന്നാണ് വരിക. ഗൾഫിൽ നിന്ന് വന്ന വഴിക്ക് തുറന്ന് വാതിൽ തുറക്കുമ്പോൾ ഭാര്യ പെട്ടെന്നാണ് കാണും. അപ്പം തന്നെ പോയിട്ട് ഭാര്യയുടെ മൊബൈൽ എടുക്കും, വല്ല ചാറ്റിങ് നടന്നുണ്ടോ ചീറ്റിങ് നടന്നുണ്ടോ, അത് ഈ വരണ നേരത്തെ ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ, സംശയം. കല്യാണം കഴിച്ചാൽ പിന്നെ ഭാര്യനെ സംശയം. ഇതുപോലെ തന്നെ തിരിച്ചും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സംശയം. ഭർത്താവ് പുറത്ത് പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ശരീരത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നീളം മുടി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ സംശയം, അപ്പോൾ തല്ലു തുടങ്ങി, ബഹളം തുടങ്ങി, പിന്നെ അവർ യോജിക്കലില്ല, പിന്നെ ഡൈവോഴ്സായി. അതേപോലെ തന്നെ 2 കൂട്ടർക്കും സംശയം. അതുപോലെ തന്നെ ഈ ഭർത്താവിന് അറിയാണ്ട് തന്നെ ഭാര്യമാർ പല ആൾക്കാരെയും കൂടി ഇങ്ങനെ പോവുക. ഇതൊക്കെ കൂടി പറഞ്ഞതിന് പുറമെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എത്ര സ്ത്രീധനം കിട്ടിയാലും ഭർത്താക്കന്മാർക്ക് പോരാ, അവർക്ക് പിന്നെയും വേണം. അപ്പോൾ ഇത് പെണ്ണുകൂട്ടുകാർക്ക് ഇത് എവിടെ നിന്ന് എടുത്ത് തരാൻ പറ്റുക? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെ. അതേപോലെ തന്നെ നമ്മൾ ഈ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം അച്ഛനമ്മമാരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വിശദമായിട്ട് ആ ചെക്കനെ കുറിച്ച് അന്വേഷിക്കുക. എന്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇനിയിപ്പോൾ എത്ര നന്നായി അന്വേഷിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഈ ബെഡ്റൂമിൽ നടക്കണ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അച്ഛനമ്മമാർക്ക് അറിയില്ലോ. ബെഡ്റൂമിൽ നടക്കണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ത്രീകളും പല പ്രതീക്ഷകൾ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് പോൺ വീഡിയോയും മറ്റേ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഈ കുറാപ്പിൽ കല്യാണം കഴിച്ച് ആദ്യ രാത്രി കയറി വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ വിചാരം എന്തുണ്ടായി, നമ്മളന്നാ കണ്ട പോലെയുള്ള കളികളായിരിക്കും ഇവൻ കളിക്കുക.
ഇവനൊരു പുലിയാവും എന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ നിത്യജീവിതത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റിലും മേലൊന്നും പോവില്ല. അത്രയ്ക്കുള്ള ആംബിയർ അന്നത്തെ കാലത്തെ പുരുഷന്മാർക്കുള്ള ആ ആംബിയർ പോരവർക്ക്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ കളി നടക്കുന്നില്ല, അതേപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളും കൂടി നടക്കുമ്പോൾ സ്ത്രീ എന്ത് ചെയ്യും? എനിക്ക് ഇവനെ വേണ്ട, ഇവൻ പോയാൽ എനിക്ക് വേറെ കല്യാണം കഴിച്ച് വേറെ ആളെനിക്ക് നോക്കാം. അല്ലെങ്കിൽ അവരെന്തുണ്ടാവും? ഇനി ഇതിനേക്കാളും നല്ല ആരെങ്കിലും ഉണ്ടോ, ഇതിനേക്കാളും നന്നായി സൂപ്പറായിട്ട് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കലായി പിന്നെ വേറെ പ്രശ്നം. അപ്പോൾ അത് ഇവൻ കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോഴും ഡൈവേഴ്സിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അതേപോലെ തന്നെ ഈ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ ദിവസം നടക്കുന്ന സംഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. അമ്മാതിരിയുള്ള കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ഡൈവേഴ്സ് കേസുകൾ ഇവിടെ വരുന്നത്. ആദ്യമൊക്കെ കേരളത്തിലാണ് ഏറ്റവും കുറവ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിലാണ് നടക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയാം, ഇവിടെ പരസ്പര ധാരണയില്ല, പരസ്പര വിശ്വാസമില്ല, എല്ലാവരും സംശയമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഗൾഫിൽ നടന്ന ഈ കാര്യമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അതിൻ്റെ അച്ഛനമ്മയൊക്കെ ഇരുന്ന് കരയണ കണ്ടു കഴിഞ്ഞാൽ അവർ എന്തൊക്കെ കൊടുത്തിട്ട് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടാണ് ആ ഗൾഫിലേക്ക് ആ പെൺകുട്ടീനെ കല്യാണം കഴിച്ചയച്ചത്. ഒരു തങ്കക്കുടം പോലുള്ള ഒരു കൊച്ചു കുട്ടി. എന്നിട്ട് എന്താണ് അവൻ ചെയ്തത്? അവൻ പുറത്തേക്ക് ഇറക്കില്ല, ഗൾഫിൽ പോയിട്ട് ആ റൂമിൽ പൂട്ടിയിട്ടുകൊണ്ട് ആ പെൺകുട്ടീനെ പീഡിപ്പിക്കുക ചെയ്യുന്നത്. ഒരു പുറം ലോകം കാണിക്കില്ല. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഗൾഫ് രാജ്യമല്ലേ, അപ്പോൾ ആ രാജ്യത്തേക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് കൊണ്ടുപോലെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോലെ റൂമിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗൾഫിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു ആ പെൺകുട്ടി. അതുപോലും നടക്കാനാണ് ആ പെൺകുട്ടി ആ കുട്ടീനെ കൊന്ന് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ തങ്കക്കുടം പോലെയുള്ള പെൺകുട്ടി, ആ കുട്ടി എന്ത് പഴച്ചു. അവരൊക്കെ ഈ നാളത്തെ വാഗ്ദാനമല്ലേ. നമ്മളൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തലമുറയിലത്തുള്ള കുട്ടികളതൊക്കെ ആ കുട്ടികളൊക്കെ ഇങ്ങനെ കൊന്ന് ആ അമ്മ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ എത്ര ദ്രോഹം ആ പെണ്ണിനോട് ചെയ്തിട്ടുണ്ടാവും. ഇതിനു മുമ്പ് വേറെ നടന്നു. ഞാൻ ആരും പേര് പറഞ്ഞ് ഞാൻ നേരിട്ട് ഒന്നും പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പറയണല്ലോ. ടി വി ഒക്കെ ഓൺ ചെയ്യാൻ നമുക്ക് വാർത്ത കേൾക്കാൻ തന്നെ നമുക്ക് പേടിയാണ്. എല്ലാ വാർത്തകളും ഇങ്ങനെ കേൾക്കുന്നത്. എല്ലാം ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു, അതുപോലെ ഭാര്യനെ വെട്ടിക്കൊന്നു, രഹസ്യകാമുകനെ അഭിഹിതത്തിൽ പിടിച്ചു. ഇത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇപ്പോൾ ഭർത്താവ് ഒരു വഴിക്ക് പോവും പരിപാടിക്ക്, ഭാര്യ വേറെ വഴിക്ക് പോരും പരിപാടിക്ക്. ഇവർ രണ്ടുപേരും ചിലപ്പോൾ പരിപാടിക്ക് രണ്ടുപേരും ചിലപ്പോൾ കൂട്ടിമുട്ടും. ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഭാര്യമാർക്ക് വേറൊരാൾക്ക് പരിപാടിക്ക് കൊടുക്കാൻ യാതൊരു പേടിയുമില്ല, ഒരു ഭയമില്ല, ഒന്നുമില്ല. എന്താണ് ബെഡ്റൂമിൽ നമുക്ക് കുറവ് കിട്ടിയേ, ആ കുറവ് നികത്താൻ വേണ്ടി അവർ അവർ വേണമെന്ന് വിചാരിച്ച അവർ എന്ത് ത്യാഗം ചെയ്തു, എന്തൊക്കെ കഷ്ടപ്പെടണമെന്നല്ല, എത്ര ബുദ്ധിമുട്ടിയായാലും അവർ പരിപാടിക്ക് കൊടുക്കും. അവരത് കൊടുത്തിരിക്കും. അതാണ് അതൊരു ഭർത്താവിനോടുള്ള ഒരു വാശിയും കൂടിയാണ്. നീ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ആവശ്യമാണ് എന്ന് പറഞ്ഞുള്ളൊരു വാശിയാണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കല്യാണം കഴിക്കുന്നവരെല്ലാവരും ചിന്തിക്കുക. അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു ദാമ്പത്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ, ഡൈവോഴ്സ് കേസുകൾ കുറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.